السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നേരത്തെ ഉദ്റുംബിൽ ജഹലുമായി ബന്ധപ്പെട്ട് ആഷിഖ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് പറയാൻ പോകുന്നത് അതേ വിഷയമാണെങ്കിലും ആഷിഖ് പറഞ്ഞിട്ടില്ലാത്ത, എന്നാൽ അതേ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ള പലരും ആവർത്തിക്കുന്ന ഒരു ന്യായീകരണത്തെക്കുറിച്ചാണ്. സാജിദ് ബിൻ ഷരീഫ് അദ്ദേഹത്തിന്റെ ഒരു 16 മിനിറ്റിലധികമുള്ള ഒരു ക്ലിപ്പിൽ വളരെ നേരത്തെ കേൾക്കാൻ സാധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം ഒഴിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ആഷിഖിന്റെ സംസാരത്തിൽ വന്നിട്ടുള്ളതാണ്. രണ്ടും ഒരേ വാദഗതികളാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറുപടി പറയേണ്ടതുള്ള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ പെടാത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ ബനു ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. സൂറത്തുൽ അഅറാഫിലെ 138, 39, 140 ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം. ഫിർഔനിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും ബനു ഇസ്രായേലിയരെയും രക്ഷപ്പെടുത്തി കടല് കടത്തി മറുകരയെത്തിച്ചു. അവിടെ എത്തി ആ പ്രദേശത്തുകൂടി അവർ സഞ്ചരിക്കുന്നതിനിടയിൽ വിഗ്രഹാരാധകരായ ഒരു വിഭാഗം ആളുകളുടെ അടുക്കലൂടെ നടന്നുപോയി. ഇത് കണ്ട ബനു ഇസ്രായേലിയർ മൂസാ നബിയോട് ഇജ്അൽ ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് കുറെ ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യരെ നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. ആ ആളുകളെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും അവർ പറഞ്ഞതിന്റെ അപകടം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണോ എന്നോട് ഈ ആവശ്യം ഉന്നയിച്ചത്, ആ ആളുകൾ, അതായത് വിഗ്രഹ ആരാധകരായ ആളുകൾ, അവർ ഏതൊരു കാര്യത്തിലാണോ ഉള്ളത് ആ കാര്യം മുറിച്ചു മാറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാകുന്നു. അവർ എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് ബാത്തിലാണ്. നിങ്ങൾക്ക് വേറെ ഒരു ആരാധന അള്ളാഹുവിന് പുറമെ ഞാൻ എങ്ങനെയാണ് തേടുക? എനിക്ക് എങ്ങനെ തേടാൻ പറ്റും? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഉണ്ടായിരിക്കെ എങ്ങനെ എനിക്ക് തേടാൻ പറ്റും എന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടിയാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവരെത്തിച്ചേർന്ന പുതിയ പ്രദേശത്ത് കണ്ടുമുട്ടിയ ആളുകളുടെ വിഗ്രഹാരാധന കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടായാൽ തിരക്കേടില്ല എന്ന് മൂസാ നബിയോട് അവർ ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തിലുള്ള അവർക്ക് കുറെ ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധന നിശ്ചയിച്ചു തരണം എന്ന ആവശ്യം അവർ ചോദിച്ചു എന്നത് കുഫ്റാകുന്ന പ്രവർത്തനമാണ്. പക്ഷേ മൂസാ നബി അവരെ കാഫറാക്കിയിട്ടില്ല എന്ന് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഖുബൂരികളായ ആളുകൾക്കും അള്ളാഹുവിന് പുറമെ മറ്റ് ഔലിയാക്കന്മാരെന്ന് ഗണിക്കപ്പെടുന്ന ആളുകളോട് പ്രാർത്ഥനയും ഇസ്തിഗാസയും ഒക്കെ നടത്തുന്ന ആളുകളെ മുശ്രിക്കാക്കേണ്ടതില്ല എന്നതിനാണ് ഈ ആളുകൾ ഈ ആയത്തുകളും അതിന്റെ ആശയവും കൊണ്ടുവരുന്നത്. എന്നാൽ കഴിഞ്ഞ മറുപടികളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് പുതുതായി ഒന്നും പറയാനില്ല. അതേ മറുപടികൾ തന്നെയാണ് ഇവിടെയും. എന്താണോ അവർ പറയാതെ പോയത് അതുകൂടി പറഞ്ഞാൽ കാര്യം ക്ലിയർ ആവും. ഇത് രണ്ടും തമ്മിൽ, അല്ലെങ്കിൽ ആ സംഭവം ശിർക്ക് ചെയ്യുന്ന ഖുബൂരികളായ ആളുകൾക്ക് ന്യായമാക്കാൻ പറ്റുകയില്ല എന്നത് സാജിദിന്റെ സംസാരത്തിൽ, ആഷിഖിന്റെ സംസാരത്തിൽ വന്നതുപോലെ തന്നെ ചോദ്യം ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. മൂസാ നബി അവരെ കാഫറാക്കിയോ? ഇല്ല. മൂസാ നബി അവരോട് ഷഹാദത്ത് കലിമ വീണ്ടും ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇങ്ങനെ കുഫർ ഉണ്ടായിട്ടും അവർ കാഫറുകളായിട്ടില്ല, അല്ലെങ്കിൽ കാഫറുകൾ എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ഈ ചോദ്യം ആഷിഖ് സാജിദിൽ നിന്ന് കേട്ടതാണോ, സാജിദ് ആഷിഖിൽ നിന്ന് കേട്ട് പഠിച്ചതാണോ എന്നറിയില്ല. ഈ സംസാരം ആദ്യം ഇതേ ചോദ്യം ചോദിച്ചത് സാജിദ് ആയതുകൊണ്ട് സാജിദിൽ നിന്ന് കേട്ടതാകാം ആഷിഖ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമുണ്ടായതും ഒന്ന് പിന്നീടുണ്ടായതുമാണല്ലോ. അപ്പൊ അതിന്റെ കാലക്രമം പരിഗണിച്ചാൽ അങ്ങനെയാണ് തോന്നുക. ഇനി ഇവിടെ മറുപടി പരിശോധിക്കാനുള്ളത്, ഒന്നാമതായി ഇതിനൊരു സാഹചര്യമുണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ അവർ പണ്ട് വിഗ്രഹാരാധകരാണ്, പശുവിനെ ആരാധിച്ചവരാണ്. ആ ആളുകൾ കടല് കടത്തി അള്ളാഹുവരെ രക്ഷപ്പെടുത്തി നടന്നു പോകുമ്പോൾ അതേ സ്വഭാവമുള്ള മറ്റൊരു കൂട്ടരെ കാണുകയാണ്. അത് കാണുമ്പോ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇതുപോലൊരു ആരാധ്യനെ കിട്ടിയാൽ തിരക്കേടില്ല എന്നൊരു ചിന്ത അവർക്കുണ്ടായി. എന്നിട്ടോ അവരതങ്ങനെ പ്രവർത്തിച്ചോ? അള്ളാഹുവിന് പുറമെ വേറെ ഒരു ഇലാഹിനെ സ്വീകരിച്ചോ? ഇല്ല. മൂസാ നബിയോട് ചോദിക്കുകയാണ്, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്ന. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ല, ചെയ്തിട്ടുമില്ല. നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ആരാധന നിശ്ചയിച്ചു തരണം. അപ്പൊ ആ ചോദ്യം തെറ്റാണ്. തെറ്റായ ചോദ്യത്തെ മൂസാ നബി അപ്പോൾ തന്നെ തിരുത്തി.
അതുകൊണ്ട് അവിടെ ശിർക്ക് അവരിൽ നിന്ന് പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തനമുണ്ടായിട്ടില്ല. ചോദ്യം ഉന്നയിച്ചു, ചോദ്യം തെറ്റാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് അവരുടെ വിവരക്കേടായിരുന്നു എന്നത് ഖുർആൻ തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞ മറുപടിയിൽ ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയാകുന്നു എന്ന് മൂസാ നബി അവരോട് പറഞ്ഞു. അതിൽ നിന്ന് എന്താ മനസ്സിലാകുക? ഇങ്ങനെ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കാൻ, എന്നിട്ട് ആ പ്രാർത്ഥിച്ചിട്ട് അവരെയൊക്കെ ആരാധിച്ച് അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഇവരെ ബഹുമാനിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ബഹുമാനിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നൽകാൻ, അപ്പൊ ഒരു നല്ല കാര്യമാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചത്. അള്ളാഹുവിനെ പോലെ വേറെ ഒരു ഏകനായ വേറൊരു ആരാധന നിശ്ചയിച്ചു തരണം എന്ന അർത്ഥത്തിലല്ല. ആ ആവശ്യം മൂസാ നബി അവരോട് അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ പിന്മാറി. അപ്പൊ വിവരമില്ലാത്തത് കൊണ്ട് ചോദിച്ചു, വിവരം കിട്ടിയപ്പോൾ അവർ ഒഴിവായി. ഇതും നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല, ഇന്നതിന്നതൊക്കെ ശിർക്കാണ് എന്ന് കേൾക്കുന്ന ആളുകൾ വിവരം കിട്ടിയിട്ടും പിന്മാറാത്തവരാണ്. അപ്പോ ആ ബനൂ ഇസ്രായേലിയരുടെ ചോദ്യത്തെ നമ്മുടെ നാട്ടിൽ അള്ളാഹു അല്ലാത്തവരോട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഖുബൂരികൾക്ക് അനുകൂലമായ തെളിവാക്കാൻ യാതൊരു വകുപ്പുമില്ല എന്നതാണ്. കാരണം മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ മൂസാ നബിയുടെ ഉപദേശം കേട്ടിട്ടും അതേ ആശയത്തിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇലാഹിനെ വേണമെന്ന് അവർ വീണ്ടും ആവശ്യപ്പെടുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അവർ കാഫറുകളാകുമായിരുന്നു. കാഫറാക്കാത്തത് അവർ പിന്മാറിയതുകൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ നമ്മുടെ ഖുബൂരികളായ ആളുകൾ ഇങ്ങനെ വിവരം കിട്ടിയിട്ടും അവർ ശിർക്കിൽ തന്നെ തുടരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരുടെ ബനൂ ഇസ്രായേലിയരുടെ വിഷയം ഈ ഖുബൂരികൾക്ക് തെളിവാകുക? ഇവർ ഹുജ്ജത്ത് കിട്ടിയിട്ടും പിന്മാറുന്നില്ല, ബനൂ ഇസ്രായേലിയർ ഹുജ്ജത്ത് കിട്ടിയപ്പോൾ പിന്മാറി. അപ്പൊ ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് ഖുബൂരികൾക്ക് തെളിവാക്കാൻ പറ്റുകയില്ല എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇത് സാജിദ് തന്റെ സംസാരത്തിൽ ഇമാം ബഗവിയുടെ തഫ്സീർ വായിക്കുന്നുണ്ട്. ആ തഫ്സീർ വായിച്ചിട്ട് കുതിറാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ബഗവിയുടെ തഫ്സീറിൽ പറയുന്ന കാര്യം വ്യക്തമാണ്. അത് ഒരിക്കലും ഖുബൂരികൾക്ക് തെളിവ് കൊടുക്കാൻ ഉദുറുണ്ടെന്ന് പറയാൻ യാതൊരു തെളിവും അതിലില്ല. സാജിദ് വായിച്ച വാചകം തന്നെ ഇവിടെ വായിക്കാം ബഗവിയുടെ തഫ്സീറിൽ നിന്ന്. വലം യകുൻ ദാലിക ശക്കൻ ഫീ ബനി ഇസ്രായീല ഫീ വഹ്ദാനിയത്തില്ല. മൂസാ നബിയോട് ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന അവരുടെ ചോദ്യം ഒരിക്കലും ബനൂ ഇസ്രായേലിയരിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കി തരുന്നു. അപ്പൊ അള്ളാഹു ഏകനാണ് എന്നവർക്കറിയാം. പിന്നെ എന്തിനാണ് മൂസാ നബിയോട് അവർ ആവശ്യപ്പെട്ടത്? ഇജ്അൽ ലനാ ശൈഅൻ നുഅല്ലിമുഹു വനതഖറബു ബിതഅദീമിഹി ഇലല്ലാഹ്, ഒരു സംഗതി ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം, അതിനെ ഞങ്ങൾ ബഹുമാനിക്കാം, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാം. ഇപ്പൊ കേരളത്തിലെ സമസ്തക്കാർ പറയുന്നത് പോലെ തന്നെ അള്ളാഹു ബഹുമാനിച്ച ഔലിയാക്കളായ ആളുകളെ അവരോട് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചയാക്കി അവരെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ തന്നെ. എന്നിട്ടോ ബനൂ ഇസ്രായേലിയർ തെറ്റിദ്ധരിച്ചു. എന്താ? ഒലന്നു, അവർ ധരിച്ചു അന്നദാലിക, ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ചു തരുന്ന ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് ലാ യളുറു ദിയാനത വകാന ദാലികൽ ജിദ്ദത്തി ജഹ്ലിഹിം, ഇത് അവരുടെ മതത്തിന് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. ഏകദൈവ വിശ്വാസം എന്ന വഹദാനിയത്തിന്റെ വിശ്വാസത്തിന് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമല്ല ഇത്. അപ്പൊ ശിർക്കല്ല, തൗഹീദിനെതിരല്ല എന്നാണ് അവർ ധരിച്ചത്. പിന്നെ എന്തുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു? ലിഷിദ്ദത്തി ജഹ്ലിഹിം, അവരുടെ വിവരക്കേടിന്റെ അങ്ങേയറ്റത്തെ കാഠിന്യം കാരണത്താൽ. അപ്പോ സാജിദ് വായിച്ച ബഗവിയുടെ തഫ്സീറിൽ തന്നെ വ്യക്തമാണ് എന്താണ് ചോദിച്ചത്, എന്തിനാണ് ചോദിച്ചത്. അവർക്ക് വിവരമില്ലാത്ത ആളുകളായിരുന്നു. ശരി, അവിടെ തീർന്നു. എന്നാൽ അതിന്റെ ബാക്കി എന്താ? അവർ ആ വിവരം മൂസാ നബിയിൽ നിന്ന് ഇത് ശിർക്കാണെന്ന വിവരം കിട്ടിയിട്ടും അതിൽ തന്നെ ശടിച്ചു നിന്നിരുന്നുവെങ്കിൽ അവർ കാഫറുകളായി ആകുമായിരുന്നു, നമ്മുടെ നാട്ടിലെ ഖുബൂരികളെ പോലെ. പക്ഷെ അവർ ഹുജ്ജത്ത് ലഭിച്ചപ്പോൾ പിൻവാങ്ങി. അതാണ് പ്രശ്നം. അതാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഹുജ്ജത്ത് അറിയാതെ, തെളിവ് കിട്ടാതെ, തെളിവ് മനസ്സിലാക്കാതെ ഒരാൾ ഒരു കാര്യം ചെയ്താൽ അവനെ കാഫറാക്കേണ്ടതില്ല. തെളിവ് കിട്ടിയിട്ടും ചെയ്താലോ കാഫറാവും. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇത് ഒരിക്കലും രണ്ടും കൂടി കൂട്ടിക്കെട്ടാൻ പറ്റുന്ന സംഗതിയല്ല. ഇനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ കാര്യം തന്റെ കശ്ഫ് ശുബഹാത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയോട് ഈ ചോദിച്ച ആളുകൾ മോശക്കാരായിരുന്നില്ല, അള്ളാഹുവിന്റെ എമ്പാടും അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ്, കടല് കടത്തി അള്ളാഹു രക്ഷപ്പെടുത്തിയവരാണ്. അങ്ങനെ ആ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയ ആളുകൾ മഅ ഇൽമിഹിം വസലാഹിഹിം, അവർക്ക് വിവരമുണ്ട്, അവർക്ക് നല്ല സ്വലാഹ് ഗുണമുണ്ട്, മേന്മയുണ്ട്. എന്നിട്ട് അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ ആളുകളിൽ ഇത്തരം ഒരു ശിർക്ക് സംഭവിച്ചു എന്നത് ശിർക്കിനെ സംബന്ധിച്ച് ഗൗരവത്തിൽ ഭയപ്പെടുകയും തൗഹീദിനെ നല്ല തെളിവോടുകൂടി പഠിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല തന്റെ കശ്ഫ് ശുബഹാത്തിന്റെ ശർഹിൽ വിശദീകരിക്കുന്നു. അതിന്റെ 19-ാമത്തെ പേജ് മൂസാ നബി ആ ആളുകളെ
എതിർത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ കാര്യം, ഈ പ്രവൃത്തി ശിർക്കിന്റെ പ്രവർത്തനമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അതിൽപ്പെട്ട പ്രവർത്തനമാണ് എന്നവരെ അറിയിച്ചു. എന്നൊരു ശേഖ് ചോദിക്കാൻ, ഫൻദുർ കൈഫ ഖഫി അലൈഹിം, ഇങ്ങനെ ശിർക്കാകുന്ന ഒരു കാര്യം അത് ശിർക്കല്ല എന്നത് എങ്ങനെ അവർ അറിയാതെ പോയി, ആ കാര്യം എങ്ങനെ അവർക്ക് അവ്യക്തമായി എന്ന് ശേഖ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ, ഈ ചോദിച്ച ചോദ്യം ശിർക്കിന്റെ ചോദ്യമാണ് എന്ന് വിവരം അവർക്കുണ്ടായിരുന്നില്ല. ഇവിടെയും ഷെയ്ഖ് ഫൗസാൻ പറയുന്നത് കാണാം, ഇത് തൗഹീദ് കൃത്യമായി പഠിക്കേണ്ടത്, ശിർക്കിനെ സംബന്ധിച്ച കാര്യം അറിവില്ലാതെ പോകുന്നത്, തൗഹീദ് ശരിയായി മനസ്സിലാക്കാതെ പോകുന്നതിന്റെയൊക്കെ അപകടമാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനം പറയുന്നത് കാണാം, ഈ ആയത്ത് എന്ത് സൂചിപ്പിക്കുന്നു, അത് രണ്ടു കൂട്ടർക്കുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ മറുപടി അതിലുണ്ട്. രണ്ടാമത്തെ ഞാൻ ഇവിടെ വായിക്കുന്നത്, വഹാദ യദുല്ലു അലാ ബുത്ലാനി ഖൗലി മൻ യഖൂൽ ഇന്നൽ ജാഹില യുഅ്ദറു മുത്ലഖൻ, വിവരമില്ലാത്തവന് നിരുപാധികം ഉദ്ർ നൽകപ്പെടും എന്ന് വാദിക്കുന്നവരുടെ വാദം തെറ്റാണെന്ന് ഇത് ബോധ്യപ്പെടും. ഇപ്പൊ ഈ ആശിക്കും സാജിദും ഒക്കെ ന്യായീകരിക്കുന്നത് പോലെ നിരുപാധികം ഉദ്ർ കൊടുക്കുക, ഇവർക്കൊക്കെ ഉദ്റുണ്ട്, ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അവർ ശിർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അവരെ മുശ്രിക്കെന്നോ കാഫറെന്നോ പറയാൻ പാടില്ല, അവർക്ക് വിവരമില്ല എന്ന് മൊത്തത്തിൽ ഉദ്റും ബിൽ ജഹലിന്റെ ആനുകൂല്യം കൊടുക്കുന്നു. ആ ആളുകൾ വാദത്തിന് എതിരാകുന്നു, അത് ദുർബലമാണ് എന്ന് ഈ ആയത്തും സംഭവവും ബോധ്യപ്പെടുത്തുന്നു. വലൗ കാന ബി ഇംകാനിഹി അൻ യസ്അല വയതഅല്ലം, ഒരാൾക്ക് ചോദിക്കാനും പഠിക്കാനുമുള്ള കഴിവുണ്ടായിട്ടും അവർക്ക് ഉദ്റും ബിൽ ജഹ്ലി കൊടുക്കുക എന്ന് പറയുന്ന വാദത്തെ, ഇതിന്റെ ദുർബലതയെ ഇത് സൂചിപ്പിക്കുന്നു. വഹിയ മഖാലത്തുൽ ലഹറത്ത് മിമ്മൻ യന്തസിബൂന ഇലൽ ഇൽമി വൽ ഹദീസ് ഫി ഹാദ സമാൻ, ഇങ്ങനെ മൊത്തത്തിൽ പഠിക്കാനും അറിയാനും ഒക്കെ സാധ്യതയുണ്ടായിട്ടും ശിർക്ക് ചെയ്യുന്ന, അന്വേഷിക്കാത്ത, പഠിക്കാത്ത ആളുകൾ അവർക്ക് ഉദ്റുണ്ടെന്ന് പറയുന്നത് ചില്ലർക്കാരല്ല. ആരാണ്? ഈ ഒരു പ്രവണത വെളിപ്പെട്ടത് ഹദീസിലേക്കും ഇൽമിലേക്കും ഒക്കെ ചേരുന്ന ഇക്കാലഘട്ടത്തിലെ ചില ആളുകളിൽ നിന്നാണ്. അപ്പൊ ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന, ഉസൂലുകൾ അറിയുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചവരുമായ ആളുകളിൽ നിന്ന് ഇക്കാലഘട്ടത്തിൽ വെളിപ്പെട്ട ഒരു വാദമാണ് ഇവർക്കൊക്കെ മൊത്തത്തിൽ ഉദ്ർ കൊടുക്കുക, അവരൊന്നും മുശ്രിക്കും കാഫിറെന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി ഷെയ്ഖ് അബ്ദുൽ അസീസ് അർ റാജിഹി അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്തിന്റെ ഷർഹിൽ 40-ാമത്തെ പേജിൽ പറയുന്നു, മൂസാ നബിയോടൊപ്പം ഈ കടല് കടന്ന് അക്കരെ കടക്കുകയും എന്നിട്ട് ഞങ്ങൾക്ക് ഇലാഹൻ നിശ്ചയിച്ചു തരണം എന്ന് പറയുന്നവർ മോശക്കാരല്ല. ഖൗമു മൂസാ ഹൗലായി ഹുമുൽ ഖുലാസ, മൂസാ നബിയോടൊപ്പമുള്ള ആ സത്തയായ ആളുകളാണ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട ആളുകളാണ്, മോശക്കാരല്ല. കാരണം മൂസാ നബിയോടൊപ്പം ജീവിച്ചവരാണ്, ഫിർഔനിന്റെ രക്ഷപ്പെടുത്തിയ ആ അനുഗ്രഹം കിട്ടിയവരാണ്, കടല് മുറിച്ചു കടക്കുമ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകൾ നേർക്കുനേരെ ബോധ്യപ്പെട്ടവരും ആ ആയത്തിന്റെ ദൃഷ്ടാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ കടലിൽ മരിക്കാതെ രക്ഷപ്പെട്ട് മറുകരയിൽ എത്തിയവരുമാണ്. മൂസാ നബിയോടൊപ്പം അള്ളാഹു വരെ രക്ഷപ്പെടുത്തിയവരാണ്. എന്നിട്ട് അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത്തരം ഒരു ആളുകളെ കണ്ടപ്പോൾ ഈ ചോദ്യം ചോദിച്ചു. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് റാജിഹി പറയാണ്, കണ്ടോ, ഈ ആളുകൾ മൂസാ നബിയുടെ ഏറ്റവും സത്തയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളാണ്. മാ ഇൽമിഹിം വസലാഹിഹിം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇൽമുണ്ട്, അവർക്ക് ഗുണങ്ങളുണ്ട്. പക്ഷേ യത്ലുബൂന, ഒരു ആരാധ്യനെ വേറെ നിശ്ചയിച്ചു തരണം എന്നവർ ആവശ്യപ്പെട്ടു. വലാകിൻ ലമ്മാ സജറഹും മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തടഞ്ഞപ്പോൾ ലം യഖഉ ഫി ശിർക്കി, തടഞ്ഞതിനാൽ ലം യഖഉ ഫി ശിർക്കി, അവർ ശിർക്കിൽ അകപ്പെട്ടില്ല. അപ്പോ ശിർക്കാകുന്ന ഒരു ചോദ്യം ചോദിച്ചു, മൂസാ നബി തടഞ്ഞു, അങ്ങനെ അവർ പ്രവർത്തിച്ചില്ല, അതിൽ നിന്ന് അവർ പിൻവാങ്ങി, അതുകൊണ്ട് തന്നെ അവരെ കാഫിറെന്നോ മുശ്രിക്കെന്നോ വിളിച്ചില്ല. എന്നാൽ എങ്ങനെയാണ് ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഖുബൂരികളായ ആളുകൾക്ക് അവരെ കാഫിറെന്നോ മുശ്രിക്കെന്നോ വിളിക്കേണ്ടതില്ല, അത് അവർ വിവരമില്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്നെങ്ങനെ പറയും? ഈ വാചകത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മൂസാ നബിയുടെ ഉപദേശം കിട്ടിയിട്ടും അവർ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവർ കാഫിറും മുശ്രിക്കും ആകുമായിരുന്നു. ഇനി ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്തിന്റെ തന്നെ ഷർഹിൽ 46-ാമത്തെ പേജിൽ കാണാം, ഫബയ്യന ലഹും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു, അന്ന സുആലഹും അൻ യജ്അല ലഹും ആലിഹ, അവർക്ക് ആരാധ്യന്മാരെ നിശ്ചയിച്ചു കൊടുക്കണം എന്ന ബനു ഇസ്രായേൽക്കാരുടെ ചോദ്യം, കമാ കാന ഹൗലാഇ ലഹും ആലിഹ, അവർക്ക്, അതായത് ആ നാട്ടിലെ അമാലിക്ക വർഗ്ഗക്കാരോ ഇനി ആ പ്രദേശത്തുകാരായ ആളുകൾക്ക് വേറെ ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും അള്ളാഹുവിന് പുറമെ ഒരു ആലിഹത്തിന് ഉണ്ടാക്കി തരണം എന്നുള്ളത് മിനൽ ജഹ്ലി, ആ ചോദ്യം അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അറിവില്ലായ്മയിൽ നിന്നുണ്ടായതാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാണ്, അതുകൊണ്ട് തന്നെ അവരെ കാഫിറും മുശ്രിക്കുമാക്കേണ്ടതില്ല. ശരി, എന്നാൽ അറിവ് കിട്ടിയിട്ടും
എന്നിട്ടും അതിൽ തുടരുകയാണെങ്കിലോ കാഫിർ മുശ്രിക്കുമാകും. അപ്പൊ ഈ വാചകവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ ചോദ്യം അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചതാണ്. അറിവ് കിട്ടിയപ്പോൾ അവർ പിൻവാങ്ങി. കേരളത്തിലെ സമസ്തക്കാർ അങ്ങനെയല്ല, അവർക്ക് വിവരമുണ്ട്. വിവരമുണ്ടായിട്ടും ശിർക്കിൽ തന്നെ തുടരുന്നു. പിന്നെ എങ്ങനെ ഉതിർബിൽ കൊടുക്കാൻ സാധിക്കും? ഇതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ വായിക്കാൻ സാധിക്കും. ഇവിടെ ഇത്ര മതി, 3 കാര്യങ്ങൾ 3 പണ്ഡിതന്മാരുടെ ഇവിടെ ഉദ്ധരിച്ചു. ഇനി ഇതിനോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് സമാനമായ ഒരു സംഭവം. ഹുനൈൻ യുദ്ധത്തിന് പോയ, മക്കം ഫത്ഹിന് ശേഷം മുസ്ലിങ്ങളായ നബിയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിന് പോയ, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന നബിയുടെ അനുയായികളിൽ നിന്നും ഇതുപോലുള്ള സമാനമായ ഒരു ചോദ്യമുണ്ടായി. അത് ഹദീസുകളിൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഇമാം തിർമിദിയുടെ 2180 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. നബിയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പൊ മുശ്രിക്കുകൾക്ക് ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ അവർ ആയുധങ്ങൾ കൊളത്തിയിടുകയും അങ്ങനെ കൊളത്തിയെടുത്താൽ അതുകൊണ്ട് ബർക്കത്ത് കിട്ടുമെന്നും ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ പരാജയം സംഭവിക്കുകയില്ല, വിജയം കിട്ടുമെന്നുമൊക്കെയുള്ള ധാരണകൾ അവർക്കുണ്ടായിരുന്നു. ഈ ആളുകളെ കണ്ടപ്പോൾ നബിയോടൊപ്പം യുദ്ധത്തിന് പോയ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ നബിയോട് ആവശ്യപ്പെട്ടു, അവർക്ക് ഇങ്ങനെ കൊളത്തിയെടുക്കാവുന്ന ബർക്കത്തെടുക്കുന്ന മരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം. കാരണം ഇവർ യുദ്ധത്തിനാ പോകുന്നത്. അപ്പൊ ആ യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങൾക്കും ഒന്നും കൊളത്തിയെടുത്തിട്ട് ബർക്കത്തെടുത്ത് യുദ്ധത്തിന് പോയാൽ ഈ ആയുധം കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം പരാജയപ്പെടുകയില്ല, വിജയം കിട്ടും എന്നൊരു ധാരണ. അപ്പൊ ഒരു നല്ല കാര്യമാണല്ലോ, വിജയം ഉണ്ടാകാനല്ലേ, വേറൊന്നുമില്ല. ഒരു മരത്തിൽ തൂക്കിയിട്ട് എടുക്കുക, അപ്പൊ അതിൽ ബർക്കത്ത് കിട്ടിയാൽ. അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ കാര്യം, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇങ്ങനെ ഒരു മരം ഞങ്ങൾക്കുണ്ടാക്കി തരണം എന്ന് നിശ്ചയിച്ചു തരണം എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആളുകൾ മൂസാ നബിയോട് ഞങ്ങൾക്കും ഒരു ഇലാഹിനെ അള്ളാഹുവിന് പുറമെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞതിന് സമാനമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, തീർച്ചയായും അള്ളാഹുവാണ് സത്യം, നിങ്ങൾ മുമ്പുള്ള സമുദായക്കാരുടെ നടപടിക്രമങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അപ്പൊ അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. മൂസാ നബിയുടെ ആളുകൾ വിവരമില്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും വിവരമില്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. നബിയുടെ കൂടെ നേരത്തെ മുസ്ലിങ്ങളായ നല്ല ഇൽമുള്ള ബോധ്യമുള്ള ആളുകളിൽ നല്ല ഈ ചോദ്യമുണ്ടായത്. ഇത് മക്കം ഫത്ഹിന് ശേഷം മുസ്ലിം ആവുകയും തൊട്ടടുത്ത് നടന്ന ഹുനൈൻ യുദ്ധത്തിൽ നബിയോടൊപ്പം പങ്കെടുക്കുകയും ചെയ്ത ആളുകളാണ്. ഇവർക്ക് വിവരമുണ്ടായിരുന്നില്ല എന്നതിന് ഈ ഹദീസിന്റെ വാചകങ്ങളിൽ തന്നെ ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ അടുത്ത കാലത്ത് നഹ്നു കുഫ്റിനോട് വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കുഫ്റിലായിരുന്നു, ശിർക്കിലായിരുന്നു. ഇപ്പൊ അടുത്താണ് ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചു പോയത് എന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ തന്നെ ഉദ്ധരിക്കുന്ന സഹാബി മുൻകൂറായി ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്, ഞങ്ങൾ അധികം ആലമായിട്ടില്ല ഇസ്ലാമിൽ വന്നിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരക്കേടുണ്ടായിരുന്നു, ജഹലുണ്ടായിരുന്നു എന്ന് മുഖവുരയായി പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോ ഇവിടെയും നമുക്ക് കാണാം ഇതിനെക്കുറിച്ച് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മൻ തബറക ബിശജറത്തിൻ ഔ ഹജറിൻ വനഹവിഹിമ, കല്ലുകൊണ്ടോ മരം കൊണ്ടോ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ കൊണ്ടോ ബറക്കത്തെടുക്കുന്നവരെ സംബന്ധിച്ച് പറയുന്ന അധ്യായം എന്ന കിതാബു തൗഹീദിന്റെ ശർഹിൽ അദ്ദേഹം പറയുന്നത് ഇവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ഈ ചോദ്യം ആരുടെ വിവരക്കേട് പോലെയാണ്? കൽ ഉദ്രി വലിഹാദാ ജഹിൽനാ ഹാദൽ അംറ, ഇത് ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്തത്, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് ഈ സഹാബിയുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നൊരു ശൈഖ് പറയുന്നത് വഖാലു മിസ്ലഹും ജഹ്ലൻ ഫഹകദ ഹൗലൈ തഅസ്സൗ ബിഉലൈക, മൂസാ നബിയോടൊപ്പം പോയ വിവരമില്ലാത്ത ആളുകളെ നബിയോടൊപ്പം പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ മാതൃകയായി. വഖാലു, നബിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു മിസ്ലഹും, മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ. എങ്ങനെ? ജഹ്ലൻ, അറിവില്ലായ്മയാൽ. ലം യഅരിഫു അന്ന ഹാദാ ലാ യജൂസ്, ഇത് അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലായിരുന്നില്ല. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെയാണ് ഇവരും അറിവില്ലാതെ ജഹ്ല് കൊണ്ടാണ് ഇവരും നബിയോട് ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞത്. ഫലിഹാദാ ഖാലു ഹാദിഹിൽ മഖാലത്ത് ജഹ്ലൻ, വീണ്ടും അദ്ദേഹം ആവർത്തിക്കാൻ, അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഇത്തരം ഒരു ചോദ്യം നബിയോട് ചോദിച്ചത്. വലിഹാദാ ഖാല ഫി അവ്വലിൽ ഹദീദി, വീണ്ടും ആവർത്തിക്കുന്നു, ഈ അറിവില്ലായ്മ കൊണ്ടാണ് ഈ ഹദീദിന്റെ ആദ്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്. വനഹ്നു ഹുദതാഉ അഹ്ദിൻ ബികുഫ്രിൻ, ഞങ്ങൾ അടുത്ത കാലം വരെ കുഫറുമായി ബന്ധമുള്ളവരായിരുന്നു. യഅനി ഖരീബുൻ അഹ്ദുനാ ബികുഫ്രിൻ, ഞങ്ങളുടെ ബന്ധം വളരെ അടുത്ത് ബന്ധം കുഫ്രിനോടായിരുന്നു. ലം നതഫഖഹ് കതീറൻ, ഞങ്ങൾ കൂടുതലായൊന്നും പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല. ഫലിഹാദാ ഹഫിയ അലൈനാ ഹാദൽ അംറു,
അങ്ങനെ ഞങ്ങൾ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരായതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കാര്യം ഞങ്ങൾക്ക് അവ്യക്തമായി പോയി എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅൻകറ അലൈഹിം, അവരോട് ഈ കാര്യം എതിർത്തു. അപ്പോ നബി എതിർത്തപ്പോ അവരും പിൻവാങ്ങി. ഇതുപോലെ വിവരമില്ലാത്തതുകൊണ്ട് ചോദിച്ച ബനി ഇസ്രായേലിയർ മൂസാ നബി എതിർത്തപ്പോൾ പിൻവാങ്ങിയതുപോലെ തന്നെ. അപ്പോ ഈ കാര്യം അവർക്ക് കണ്ടോ, വിവരമില്ലാത്തത് കൊണ്ട് മൂസാ നബിയോ മുഹമ്മദ് നബിയോ അവരെ കാഫറാക്കിയില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന ആശയം എന്താണ്? ഇത് പേടിക്കേണ്ട സംഗതിയാണ്. തൗഹീദ് ആയത്തിൽ പഠിക്കേണ്ടതുണ്ട്, ശിർക്കിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്, അതിനെ ഗൗരവത്തിൽ പേടിക്കണം. ഈ വിവരക്കേട് കൊണ്ട് ചോദിച്ചാൽ കാഫറാവുകയില്ല എന്നത് ശരി, പക്ഷേ അറിഞ്ഞിട്ടും വിവരം കിട്ടിയിട്ടും അത് ചോദിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ കാഫറും മുശ്രിക്കുമാകുന്നു എന്നതിനാണ് ഈ സംഭവം തെളിവാകുന്നത്. എന്നാൽ പകുതി വെച്ച് അല്ലെങ്കിൽ പറയേണ്ട, നമ്മുടെ നാട്ടിലെ കുബൂരികളോട് പറയേണ്ട കാര്യം പറയാതെ തൗഹീദുള്ള ആളുകൾ ഇതിനെ ഗൗരവം കുറക്കുന്ന തരത്തിൽ ഇവരൊന്നും കാഫറുകളും മുശ്രിക്കുകളും ആകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ നേരെ വിപരീത ആവശ്യത്തിനു വേണ്ടിയാണ് ഈ കാര്യം ഇവിടെ നമ്മുടെ ആളുകൾ ആശിക്കും സാജിദും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. സലഫി പണ്ഡിതന്മാർ ഇതൊക്കെ വിശദീകരിച്ചത് എന്തിനാ? ഇത് ഗൗരവം കുറഞ്ഞ സംഗതിയല്ല, മറിച്ച് ഇത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ വിവരം കിട്ടിയിട്ടും നിങ്ങൾ അതിൽ തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങൾ കാഫറായി പോകും, മുശ്രിക്കായി പോകും എന്ന് പഠിപ്പിക്കാനാണ് പണ്ഡിതന്മാർ ശ്രമിച്ചതെങ്കിൽ നമ്മുടെ ആളുകൾ ശ്രമിക്കുന്നത് അതിന്റെ ഗൗരവം കുറക്കാനല്ലേ? അതല്ലേ വസ്തുത? അപ്പോൾ പിന്നെ എങ്ങനെ ഇത് കേരളത്തിലെ കുബൂരികൾക്ക് തെളിവായി വരും എന്നാണ് ചോദിക്കാനുള്ളത്. രണ്ടും സാജിദ് രണ്ടാമത് പറയുന്നത് ധാത്തു അൻവാത്തിന്റെ വിഷയം പറഞ്ഞിട്ടില്ല. അത് ഇതിൽ കൂട്ടിപ്പറയാൻ കാരണം രണ്ടും ഒരേ സംഭവങ്ങൾ, ഒരേ രീതിയിലുള്ള, ഒരേ ചോദ്യം, ഒരേ മറുപടി, ഒരേ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം എന്നതുകൊണ്ടാണ് ധാത്തു അൻവാത്തിന്റെ സംഭവം കൂടി ഇതിനോടൊപ്പം വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയും പറയാനുള്ളത് നേരത്തെ പറഞ്ഞ മറുപടി പോലെ തന്നെ ഇതൊന്നും കേരളത്തിലെ കുബൂരികൾ കാഫറാവുകയില്ല, മുശ്രിക്കാവുകയില്ല എന്നതിനല്ല തെളിവ്, മറിച്ച് അവർ കാഫറും മുശ്രിക്കും ആയിത്തീരും. കാരണം അവർ വിവരം കിട്ടിയിട്ടും അതേ നിലപാടിൽ, അതേ പ്രവർത്തനത്തിൽ, അതേ വാക്കിൽ നിലകൊള്ളുന്നവരാണ്. ഒരിക്കലും ബനു ഇസ്രായേലിൽ അങ്ങനെയായിരുന്നില്ല. നബിയോട് ധാത്തു അൻവാത്ത് ചോദിച്ച ആളുകളും അങ്ങനെയായിരുന്നില്ല. വിവരം കിട്ടിയപ്പോൾ പിൻവാറിയവരാണ് കുബൂരികൾ. വിവരം